നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി അടിമാലിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ ഗൃഹനാഥന് ദാരുണാന്ത്യം. മരിച്ചത് കൂമ്പൻപാറ സ്വദേശി ബിജു. ബിജുവിന്റെ സംസ്കാരം വൈകിട്ട്. പരിക്കേറ്റ ഭാര്യ സന്ധ്യ ആലുവ രാജഗിരി ആശുപത്രിയിൽ. 5 വീടുകൾ തകർന്നു. മണ്ണിടിഞ്ഞത് 9 വീടുകൾക്ക് മുകളിലേക്ക്. നാടിനെ ഞെട്ടിച്ച അപകടം ഇന്നലെ രാത്രി 10:30-ഓടെ. അടിമാലിയിലെ അപകടം ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത്. ദുരന്ത കാരണം അശാസ്ത്രീയ മണ്ണെടുപ്പെന്ന് നാട്ടുകാർ. അപകട സാധ്യതയെ തുടർന്ന് 36 കുടുംബങ്ങളെ ഒഴിപ്പിച്ചത് ഇന്നലെ. ബിജുവും സന്ധ്യയും വീട്ടിലേക്കെത്തിയത് ഭക്ഷണം കഴിക്കാനും രേഖകൾ എടുക്കാനുമെന്ന് നാട്ടുകാർ. ബിജുവിനെയും സന്ധ്യയെയും പുറത്തെടുത്തത് ബീമുകൾ വെട്ടിപ്പൊളിച്ച്. റോഡ് നിർമ്മാണത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ പരിശോധന നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്ന് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ SITയുടെ തെളിവെടുപ്പ്. CEO പങ്കജ് ഭണ്ഡാരിയും സ്മാർട്ട് ക്രിയേഷൻസിൽ. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെ സാക്ഷിയാക്കാൻ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ ഭൂമി ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് വിവരങ്ങളും ശേഖരിച്ചു. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുന്നു. PM-ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് CPIM. വിദേശ പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി ഇന്ന് രാത്രി തിരികെ എത്തും. CPI നേതൃത്വവുമായി മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ച നിർണായകം. CPIM ദേശീയ നേതൃത്വം കൈയഴിഞ്ഞതോടെ കടുത്ത നിലപാട് വേണ്ടിവരുമെന്ന വിലയിരുത്തലിൽ CPI. PM-ശ്രീയിൽ CPI എന്ത് നിലപാടെടുക്കണമെന്നത് നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ തീരുമാനിക്കുമെന്ന് K പ്രകാശ് ബാബു. D രാജ ഉന്നയിച്ച ചോദ്യങ്ങളിൽ എല്ലാം MA ബേബിക്ക് മൗനമായിരുന്നു. സംസ്ഥാനം എന്തുകൊണ്ട് നിയമപോരാട്ടം നടത്തുന്നില്ല എന്നതടക്കം നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുവെന്നും K പ്രകാശ് ബാബു. സംസ്ഥാനത്ത് കഞ്ചാവ് മിഠായികൾ വ്യാപകമാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചാണ് വിതരണം. സ്കൂളുകൾക്കും കോളേജുകൾക്കും മുന്നിലാണ് കഞ്ചാവ് മിഠായികൾ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പരിശോധന ശക്തമാക്കിയതായി കോട്ടയം എക്സൈസ് ഇൻസ്പെക്ടർ അഖിൽ 24-നോട്. കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ പിടിയിലായത് 8 പേർ. സീക്രട്ട് ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം. കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ NIA സാക്ഷി കോഴിക്കോട് കൂളിമാട് സ്വദേശി ഫയാസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനും ഇപ്പോൾ SDPI പ്രവർത്തകനുമായ ഫസൽ റഹ്മാനെതിരെയാണ് പോലീസ് FIR ഇട്ടത്. FIRന്റെ പകർപ്പ് 24-ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് വൈകുന്നേരത്തോടെ മോൻത ചുഴലിക്കാറ്റാകും. കേരളത്തിൽ ഇന്ന് രാത്രി മുതൽ മഴ ശക്തമായേക്കും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ സജ്ജമാക്കി കേന്ദ്ര സർക്കാർ. ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. SG കോഫി ടൈംസ് എന്ന പുതിയ സംവാദ പരിപാടിക്ക് തുടക്കമിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യ പരിപാടി തൃശൂർ, അയ്യന്തോൾ, പുതൂർക്കരയിൽ, ആലപ്പുഴയിൽ എയിംസ് വേണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വളപ്പിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം. ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർന്നു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. കോഴിക്കോട് മുക്കത്ത് വീടിനകത്ത് LPG സിലിണ്ടർ ലീക്കായി തീപിടിച്ചു. അപകടം കപ്പാല സ്വദേശി പ്രകാശന്റെ വീട്ടിൽ. സംഭവം ഇന്നലെ രാത്രി 8:30-ക്ക്. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. പത്തനംതിട്ട കൊടുമൺ ബെഫ്കോ ഔട്ട്ലെറ്റിലെ വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. കണക്കിൽപ്പെടാത്ത പണവും ഉപഭോക്താക്കൾക്ക് കൊടുക്കാതെ പൂഴ്ത്തിയ ബില്ലുകളും വിജിലൻസ് കണ്ടെത്തി. തൃശൂർ ചാവക്കാട് മീൻപിടുത്തത്തിനിടയിൽ തിരയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിയെ കാണാതായത് തളിക്കുളം സ്വദേശി ശിവനെ. തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സാമ്പത്തിക ബാധ്യതയെന്ന് സംശയം. ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ 1.5 വർഷത്തിലധികമായി സസ്പെൻഷനിലാണ്. തൃശൂർ പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി. പശുവിനെ ഭക്ഷിച്ച നിലയിൽ പുലിയെത്തിയത് ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിന് സമീപം.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ JDU-വിൽ അച്ചടക്ക നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് 11 നേതാക്കളെ പുറത്താക്കി. കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ 4ാം ദിനവും മേധാവിത്വം തുടരാൻ പാലക്കാട്. 16 സ്വർണമടക്കം 134 പോയിന്റുമായി മുന്നിൽ. രണ്ടാമതുള്ള മലപ്പുറത്തിന് 11 സ്വർണമടക്കം 112 പോയിന്റ്. ഇന്ന് ആകെ 22 ഫൈനലുകൾ. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ മുന്നേറ്റം തുടർന്ന് ആതിഥേയരായ തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിട്ട പാലക്കാട് നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP നേതാവ് C. കൃഷ്ണകുമാർ. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് C. കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് പ്രമീളയെന്നും C. കൃഷ്ണകുമാർ. മുട്ടിൽ മരമുറിക്കേസിൽ കർഷകർക്ക് നോട്ടീസ് അയച്ച് റവന്യൂ വകുപ്പ്. KLC നടപടികളുടെ ഭാഗമായി കർഷകർ സമർപ്പിച്ച അപ്പീലിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നോട്ടീസ്. നിയമപ്രകാരമുള്ള നടപടി മാത്രമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ 24-നോട്. കണ്ണൂർ RTO ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ 6 ഏജന്റുമാർ പിടിയിൽ. ലൈസൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് നൽകാനായി സൂക്ഷിച്ചിരുന്ന 67,500 രൂപ വിജിലൻസ് പിടികൂടി. നേരിട്ടും ഗൂഗിൾ പേ വഴിയും ഉദ്യോഗസ്ഥർക്ക് പണം കൈമാറിയതിന്റെ തെളിവുകളും കണ്ടെത്തി. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ക്ലിഫ് ഹൗസ് മാർച്ചിനിടെ പോലീസ് ബലമായി പിടിച്ചെടുത്ത ഉച്ചഭാഷണിക്ക് പകരം പുതിയത് സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരവേദിയിലെത്തിച്ച് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് വാഗ്ദാനം ചെയ്ത മൈക്ക് സെറ്റാണ് കൈമാറിയത്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്തിയാലിൽ BJP-യിൽ ചേർന്നു. 34 വർഷമായി സജീവ CPIM പ്രവർത്തകനായിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജോർജ് മാത്യുവിനെ BJP-യിലേക്ക് സ്വീകരിച്ചു. തിരുവനന്തപുരം കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭവനരഹിതർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 51 കുടുംബങ്ങൾക്കാണ് വീടൊരുങ്ങുന്നത്. 18 ഭവന യൂണിറ്റുകൾ അടങ്ങുന്ന ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച മന്ത്രി MB രാജേഷ് നിർവഹിക്കും. പത്തനംതിട്ട ഏറത്ത് കടമ്പനാട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ നെല്ലിമുക്ക് പാലത്തിന് സമീപം വ്യാപകമായി മാലിന്യം തള്ളുന്നുവെന്ന് നാട്ടുകാർ. കോഴിക്കടയിൽ നിന്നുള്ള മാലിന്യമാണ് കൂടുതലും. നിരവധി തവണ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. CMI സഭയുടെ കൊച്ചി സേക്രഡ് ഹാർട്ട് പ്രൊവിൻസിന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാഭ്യാസ കൺവെൻഷൻ കാക്കനാട് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോസഫ് പാംബ്ലാനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ പ്രഖ്യാപിച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. വിഷൻ 2031 കാർഷിക സെമിനാറിലായിരുന്നു പ്രഖ്യാപനം. 1000 കോടിയുടെ 10 വർഷ പദ്ധതി. 1000 യുവാക്കൾക്ക് കാർഷിക രംഗത്ത് നൂതന വിദ്യകളിൽ പരിശീലനം. 1000 സ്കൂളുകളിൽ ഫാമുകൾ എന്നീ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. തൃശൂർ ആറ്റൂരിൽ നടക്കുന്ന സഹോദയ കലോത്സവത്തിൽ കാറ്റഗറി 4-ൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടി പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ഗൗരി നാരായണൻ. പഴുവിൽ കൈലാസത്തിൽ ഹരിനാരായണന്റെയും അഡ്വക്കേറ്റ് അമ്പിളിയുടെയും മകളാണ് ഗൗരി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കായലിൽ നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചുണ്ടൻ വള്ളംകളി മത്സരങ്ങളിൽ കൈരകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടൻ ജേതാവായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 3ാം സ്ഥാനവും നേടി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കോട്ടയം കളക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ 81 പരാതികൾ തീർപ്പാക്കി. പ്രത്യേകമായി നടത്തിയ സിറ്റിംഗുകളിലായി ആകെ 95 പരാതികളാണ് പരിഗണിച്ചത്. 14 എണ്ണം അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റി. സംസ്ഥാനത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി നടപടി ആരംഭിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പന്നിക്കടത്ത് തടയാൻ പാലക്കാട് ജില്ലയിൽ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കി. ഇൻഫോ പാർക്കിലേക്കുള്ള കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതായി മന്ത്രി P. രാജീവ്. ഗർഡർ സ്ഥാപിക്കൽ പ്രവർത്തനം ആരംഭിച്ച വിവരം മന്ത്രി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു. ആദ്യ ഗർഡർ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലെ 284-285 പില്ലറുകൾക്ക് മുകളിലായാണ് സ്ഥാപിച്ചത്. ഇനി പ്രധാന അറിയിപ്പുകൾ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇവല്യൂഷണറി ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി സെന്ററിൽ ടെക്നിക്കൽ ഓഫീസറുടെ ഒഴിവ്. കരാറടിസ്ഥാനത്തിൽ നിയമനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം.
തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവ്. അഭിമുഖം 31-ന് രാവിലെ 10:30 കലാലയത്തിലെ ഓഫീസിൽ. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ ഫോട്ടോ ജേർണലിസം ഡിപ്ലോമ കോഴ്സിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. എറണാകുളം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം. സംസ്കൃതം പാർട്ട് ടൈം അധ്യാപക ഒഴിവിൽ. അഭിമുഖം നാളെ രാവിലെ 11-ന്. ഓഫീസ് അറ്റൻഡന്റ് അഭിമുഖം ഉച്ചയ്ക്ക് 1 മണിക്ക്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എയ്ഡഡ് വിഭാഗത്തിൽ ഹിന്ദി ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം 28-ന്. മലപ്പുറം കോട്ടക്കൽ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നഴ്സിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം അടുത്ത മാസം 12-ന് രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ. വയനാട് നൂൽപ്പുഴ പഞ്ചായത്ത് വടക്കനാട് ഹോമിയോ ഡിസ്പെൻസറിയിൽ താൽക്കാലിക ഫിറ്റ്നസ് ട്രെയിനറുടെ ഒഴിവ്. കൂടിക്കാഴ്ച 28-ന് രാവിലെ 10:30. അഭിമുഖം പഞ്ചായത്ത് ഓഫീസിൽ. ഹോമിയോ ഡോക്ടേഴ്സിന്റെ സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സമഗ്രം എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പനങ്ങാട് ഗവൺമെന്റ് VHSSൽ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. ഡോക്ടർ കൊച്ചുമണി വർഗീസ് മുഖ്യാതിഥിയായി. ഇനി ദേശീയ വാർത്ത. ജാർഖണ്ഡിൽ രക്തം സ്വീകരിച്ച 5 കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. ഗുരുതര വീഴ്ച ചായ്ബാസയിലെ സർക്കാർ ആശുപത്രിയിൽ. ബ്ലഡ് ബാങ്കിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ നിർണായക നീക്കങ്ങൾ. കോൺഗ്രസ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട്, KC വേണുഗോപാൽ, അജയ് മാക്കൻ എന്നിവർ പട്നയിലെത്തി. സീറ്റ് ധാരണയിലടക്കം പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കം. ബീഹാർ BJP മുൻ അധ്യക്ഷനും MP-യുമായ സഞ്ജയ് ജയ്സ്വാളിന് ഭീഷണി. 10 കോടി രൂപ നൽകിയില്ലെങ്കിൽ മകനെ കൊന്നുകളയുമെന്നാണ് സന്ദേശം. 2 നമ്പറുകളിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതായി സഞ്ജയ് ജയ്സ്വാൾ. ഭീഷണിപ്പെടുത്തിയവരെ കണ്ടെത്തിയെന്ന് പോലീസ്. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷം. ഡൽഹി നിവാസികളിൽ പലർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. ഡൽഹി സർക്കാരിന്റെ ആദ്യ ഔദ്യോഗിക ലോഗോ നവംബർ 1-ന് പുറത്തിറക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. ഡൽഹി സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് ലോഗോ പുറത്തിറക്കുന്നത്. ഡൽഹിയുടെ പാരമ്പര്യവും പൈതൃകവും വികസനവും പ്രതിഫലിപ്പിക്കുന്നതാകും ലോഗോ എന്ന് മുഖ്യമന്ത്രി. ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തെ അപലപിച്ച് BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ. ഇത്തരം സംഭവങ്ങൾ വെച്ചുപൊറിപ്പിക്കാനാകില്ലെന്നും താരങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും BCCI സെക്രട്ടറി. നവമാധ്യമങ്ങൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് പരമ്പരാഗത മാധ്യമങ്ങളെ സംരക്ഷിക്കാൻ ഉചിതമായ നടപടി കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ വിവിധ മാർഗങ്ങൾ പരിശോധിക്കുന്നതായി റിപ്പോർട്ട്. പത്രപരസ്യ നിരക്കുകൾ 26% വർദ്ധിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. തീരുമാനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനു ശേഷം. സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ നവീകരിക്കാനൊരുങ്ങി വ്യോമസേന. യുദ്ധവിമാനങ്ങളുടെ സേവന കാലാവധി 20 വർഷം കൂടി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് സൂപ്പർ സുഖോയ് പ്രോഗ്രാം എന്ന പദ്ധതി. നോക്കാം രാജ്യാന്തര വാർത്തകൾ. കാനഡയ്ക്ക് മേൽ 10% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി അമേരിക്കൻ തീരുവകൾക്കെതിരായുള്ള കാനഡയുടെ പരസ്യ സംരക്ഷണം തുടരുന്നതിനാൽ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ നടത്തിയ പ്രസംഗം ദുരുപയോഗം ചെയ്തെന്ന് ട്രംപിന്റെ ആരോപണം. ഏഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിലെത്തി. ആസിയാൻ ഉച്ചകോടിയിൽ തായ്ലൻഡ് കംബോഡിയ സമാധാന കരാർ ട്രംപിന്റെ മേൽനോട്ടത്തിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വൻ തീപിടുത്തം. 40-ലധികം കടകൾ കത്തിനശിച്ചു. ആളപായമില്ല. പ്രസിഡന്റ് പദമെന്ന സ്വപ്നം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. വൈറ്റ് ഹൌസിൽ ഒരു വനിതയെത്തുന്ന ദിനം വരുമെന്ന ആത്മവിശ്വാസത്തിലാണെന്നും കമല ഹാരിസ്. 2028-ൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് കമല ഹാരിസ്. പരാമർശം BBC അഭിമുഖത്തിൽ. അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇസ്താംബൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇസ്ലാമാബാദ് കാബൂളുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുമെന്ന് ഖ്വാജ ആസിഫ്. നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിച്ച ക്രൊയേഷ്യ. തീരുമാനം റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി വിദേശികൾക്ക് അമേരിക്കയിൽ യാത്രാ നിയന്ത്രണം. രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്ന എല്ലാവർക്കും ബയോമെട്രിക് ട്രാക്കിംഗ് വിപുലീകരിക്കും. എത്തുമ്പോഴും പുറത്തു പോകുമ്പോഴുമുള്ള രേഖകൾ താരതമ്യം ചെയ്യുമെന്നും CBP.
ഗ്രീൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെ US-ലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും തീരുമാനം ബാധകം. വെനസ്വേലയെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പദ്ധതിക്കെതിരെ മുന്നറിയിപ്പുമായി ബ്രസീൽ. 10 അമേരിക്കൻ പടക്കപ്പലുകൾ കരീബിയൻ കടലിൽ. വെനസ്വേലയെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ നീക്കം കിറുക്കെന്ന് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. AI കമ്പനികളെ പരിഹസിച്ച എലോൺ മസ്ക്. കമ്പനികളുടെ പേരിന് ഘടകവിരുദ്ധമാണ് അവയുടെ പ്രവർത്തനമെന്ന് മസ്ക്. ഓപ്പൺ AIയെ ക്ലോസ്ഡ് AI എന്നും സ്റ്റെബിലിറ്റിയെ അൺസ്റ്റേബിൾ എന്നും ക്ലോഡിനെ ഈവിൾ എന്നും വിശേഷിപ്പിച്ച മസ്കിന്റെ എക്സ് പോസ്റ്റ്. കൂട്ടപ്പിരിച്ചുവിടലിൽ വിശദീകരണവുമായി മെറ്റ. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളിലേക്ക് മാറുന്നതിനാൽ ഇത്രയധികം ജീവനക്കാരെ ആവശ്യമില്ലെന്ന് ചീഫ് കംപ്ലയൻസ് ഓഫീസർ മൈക്കൽ പ്രോട്ടി. വിശദീകരണം ജീവനക്കാർക്ക് അയച്ച മെമ്മോയിൽ. വാർത്തകൾ. ബിസിനസിൽ സഹകരണവുമായി റിലയൻസ് ഇൻഡസ്ട്രീസും ഫേസ്ബുക്കും 855 കോടി രൂപയുടെ സംയുക്ത നിക്ഷേപം നടത്തും. എന്റർപ്രൈസസ് AI സേവനങ്ങളുടെ ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയാണ് സഹകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും വെല്ലുവിളിയായ സോഹോ കോർപ്പറേഷൻ ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തേക്ക്. സോഹോ പേ എന്ന മൊബൈൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ തടസ്സമില്ലാതെ ഓൺലൈനായി പണം അയക്കാനും സ്വീകരിക്കാനും സാധിക്കും. ഇന്ത്യക്കാർക്ക് UPI സംവിധാനം ഉപയോഗിച്ച് ഇനി ജപ്പാനിലും പണമിടപാടുകൾ നടത്താം. ജപ്പാൻ ആസ്ഥാനമായുള്ള ടെക്നോളജി സേവന കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. NTT ഡാറ്റ എന്ന കമ്പനി ജപ്പാനിൽ NPCIയുമായി ചേർന്ന് സേവനങ്ങൾ നൽകും. തെലങ്കാനയിൽ എയർപോർട്ട് നിർമ്മാണം വിപുലീകരിക്കാൻ ഫോക്സ്കോൺ പ്രതിമാസ ഉൽപാദന ശേഷി 2 ലക്ഷം യൂണിറ്റുകളാക്കാനാണ് ശ്രമം. കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിന് തോൽവി. എവേ പോരാട്ടത്തിൽ ബ്രെൻഫോർഡിനോട് 2-3 അർനെ സ്ലോട്ടും സംഘവും പരാജയപ്പെട്ടത്. വനിതാ ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യക്ക് എതിരാളി ഓസ്ട്രേലിയ. ഈ മാസം 30-ന് നവി മുംബൈയിലാണ് മത്സരം. പ്രാഥമിക റൗണ്ടിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായ 3ാം ജയം കുറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണെ 4-2 പരാജയപ്പെടുത്തിയതോടെ ടീം ലീഗിൽ 4ാം സ്ഥാനത്തേക്കെത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ 1-2 ഗോളുകൾക്ക് തകർത്ത് സണ്ടർലാൻഡ്. ജയത്തോടെ ടീം ലീഗിൽ 2ാം സ്ഥാനത്തെത്തി. പ്രൈം വോളിബോൾ ലീഗിൽ അനായാസ ജയവുമായി മുംബൈ മിറ്റിയോഴ്സ് ഫൈനലിൽ. ആദ്യ സെമി ഫൈനലിൽ ഗോവ ഗാർഡിയൻസിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് തോൽപ്പിച്ചത്. വിഷൻ 2031ന്റെ ഭാഗമായി കായിക വകുപ്പ് നവംബറിൽ മലപ്പുറത്ത് നടത്തുന്ന സംസ്ഥാനതല സെമിനാറിന്റെ ഭാഗമായി മുഖാമുഖം സംഘടിപ്പിച്ചു. ചടങ്ങ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 2-3 തീയതികളിലാണ് സെമിനാർ. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മോഹൻലാൽ തരുൺമൂർത്തി കോംബോ വീണ്ടും. തരുൺമൂർത്തി അടുത്ത മോഹൻലാൽ ചിത്രം ചെയ്യാൻ പോകുന്നുവെന്ന് നിർമ്മാതാവ് M രഞ്ജിത്ത്. രജപുത്ര വിഷ്വൽ മീഡിയ തന്നെയാകും പുതിയ സിനിമയും നിർമ്മിക്കുക. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച യഥാർത്ഥ സംഭവകഥയുടെ ചലച്ചിത്രാവിഷ്കാരം കിരാതയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. ഇടത്തൊടി ഭാസ്കരൻ നിർമ്മിച്ച ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് MR ഗോപകുമാർ, ചെമ്പിൽ അശോകൻ, ദിനേശ് പണിക്കർ, ഡോക്ടർ രജിത് കുമാർ, അരിസ്റ്റോ സുരേഷ്, രാജ്മോഹൻ, നീന കുറുപ്പ് എന്നിവർ. സംവിധാനം റോഷൻ കോന്നി, PRO അജയ് തുണ്ടത്തിൽ. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രിയിലെ വീഡിയോ സോങ് പുറത്തുവിട്ടു. ജെക്സ് ബിജോയും മനീഷ് ഷാജിയും ചേർന്നാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഉന്മേഷ് ഉണ്ണികൃഷ്ണനാണ് ആലാപനം. നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്, വൈനോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ചിത്രം DS ഇറയുടെ റിലീസ് ട്രെയിലർ പുറത്ത്. ഒക്ടോബർ 31-ന് ചിത്രം ആഗോള റിലീസായി എത്തും. പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ 2ാമത്തെ ട്രെയിലർ. ശ്രീനാഥ് ഭാസി, ബാബുരാജ്, കിച്ചു ടെല്ലസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം പൊങ്കാലയുടെ ഫൈറ്റ് മൊണ്ടാഷ് സോങ് റിലീസ് ചെയ്തു. പൂർണ്ണമായും റാപ്പ് മ്യൂസിക് അടിസ്ഥാനമാക്കിയുള്ള പാട്ടിന്റെ വരികൾ ഇമ്പാച്ചിയുടേതാണ്. സംഗീതം രഞ്ജിൻ രാജ്. ചിത്രത്തിന്റെ സംവിധാനം AB ബിനിൽ. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ചിത്രം മധുവിധുവിന്റെ 2ാമത്തെ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിലെ നായകനായ ഷറഫുദ്ദീന്റെ ജന്മദിനം പ്രമാണിച്ചാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. വിഷ്ണു അരവിന്ദാണ് സംവിധാനം. ഔറ ഫിലിംസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന കിങ്ഡം ആനിമലിയ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. ചിത്രം ഒരുങ്ങുന്നത് അഖിലസ് കൊട്ടറ, അജിത് ജാൻ കൂട്ടുകെട്ടിൽ. സുധാകർ ഇന്ധനമൂല സംവിധാനം ചെയ്ത മലമുഴക്കി വേഴാമ്പൽ എന്ന ടെലിഫിലിം ശ്രദ്ധേയമാകുന്നു. വയനാട് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഹരികുമാർ PM ആണ് നിർമ്മാണം. വയനാട്ടിലെ ഒരു കൂട്ടം സിനിമാ പ്രേമികൾ അണിയിച്ചൊരുക്കിയ ചിത്രം അവതരിപ്പിക്കുന്നത് സാമൂഹിക പ്രസക്തമായ പ്രമേയം.
പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനാധിപൻ സെറാഫിൻ തിരുമേനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ ഈണം നൽകിയ പരിമല വാഴും തിരുമേനി എന്ന സംഗീത ആൽബം റിലീസ് ചെയ്തു. ആലാപനം അരുൺ സഖറിയയും എലിസബത്ത് രാജുവും, നിർമ്മാണം പ്രസാദ് ബേബി. ഇനി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ വീഡിയോകൾ കാണാം. വൈറൽ ട്രെൻഡ്സ്. അപ്പനും മോനും ¡Atrás! ¡Diablo! Calma, é só bolo. Vamos ver se tá fofinho por dentro, hein? നോക്കാം ഫാക്ട് ചെക്ക്. ബ്ലഡ് ഓൺ കോൾ എന്ന പേരിൽ രക്തമെത്തിക്കുന്ന സേവനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി ഒരു സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. 104 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടാൽ 4 മണിക്കൂറിനകം ആവശ്യമുള്ള സ്ഥലത്ത് രക്തമെത്തിക്കുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. 24 മണിക്കൂറിൽ ലഭ്യമാകുന്ന ഈ സേവനത്തിനായി ഡെലിവറി ചാർജ് അടക്കം 550 രൂപയാണ് ഈടാക്കുന്നതെന്നും പോസ്റ്റിൽ വിവരിക്കുന്നു. എന്നാൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. മലപ്പുറം എടവണ്ണ പത്തപ്പിരിയത്ത് ക്ഷേത്രത്തിൽ മോഷണം. പൊറ്റക്കാട് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലാണ് 3ാം തവണയും കവർച്ച നടന്നത്. പാലക്കാട് ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 69-കാരനായ നാരായണനാണ് മരിച്ചത്. മരണകാരണം വ്യക്തമല്ല. കോഴിക്കോട് നന്ദി കടലൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞ് മുറിയിൽ കുടുങ്ങി. ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവം. അഗ്നിരക്ഷാസേന എത്തി വാതിലിന്റെ പൂട്ട് പൊളിച്ച് കുഞ്ഞിനെ പുറത്തെടുത്തു. ലോകത്തിലെ മലിനീകരണ പട്ടികയിൽ ലാഹോർ 1ാമത്. പുകമഞ്ഞ് നഗരത്തെ മൂടിയതോടെ വായുവിന്റെ ഗുണനിലവാരം അപകടകരമായ നിലയിലേക്ക് താഴ്ന്നു. ഇപ്പോൾ കിട്ടിയത്. തായ്വാന് ചുറ്റും വീണ്ടും പ്രകോപനവുമായി ചൈന. അതിർത്തിക്ക് ചുറ്റും 8 PLA വിമാനങ്ങളും 2 യുദ്ധക്കപ്പലുകളും കണ്ടെത്തി. ഡൽഹിയിൽ 12 ലക്ഷം രൂപ വിലമതിക്കുന്ന നിരോധിത സിഗരറ്റുകൾ പിടിച്ചെടുത്ത് പോലീസ്. 2 പേർ അറസ്റ്റിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.